അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മുട്ട പപ്സിൻ്റെ ഒരു അപരൻ എന്നൊക്കെ പറയാം കേട്ടോ. ടേസ്റ്റ് മുട്ട പപ്സ് തന്നെയാണ്, മുട്ട പപ്സ് അല്ലാന്ന് ഒരാൾ പറയൂല. നല്ലൊരു ഈസി മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, മുട്ട പപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അത്രയൊരു പണിയില്ല ഇത് ഉണ്ടാക്കാൻ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 10 പപ്സുകളും ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനൊരു 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇത് പാലിലാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറേശ്ശെ പാലൊഴിച്ചിക്കാണ്ട് ഒന്ന് പൾസ് മോഡിൽ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതിട്ട്, അല്ലാതെ ഓവർ സ്പീഡ് കൂട്ടിയിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ ഒരു പശ മാതിരിയാവട്ടായി വരൽ. അപ്പോൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട്, അപ്പോൾ ഞാൻ 1.5 കപ്പോളം പാലൊഴിച്ചിട്ട് തന്നെയാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മിറാനും എടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ അപ്പം പോലെ ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി തിക്കായതുകൊണ്ട് ഞാൻ അതിലൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നുള്ള പരിപാടിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് 10 പഫ്സ് ഉണ്ടാക്കാൻ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉള്ളിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 10 പപ്സ് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ അത് ഞാൻ വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത്. ഓയിലിൽ വഴറ്റിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചിൻ്റെ കഷ്ണം ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 സവാളയ്ക്ക് ഒരു തക്കാളി നല്ല കണക്കാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴൻ്റെ ഇങ്ങോട്ട് കുഴഞ്ഞ് പോവേണ്ട ആവശ്യമില്ല. അങ്ങനെ കുഴഞ്ഞ് പോവുകയും ചെയ്യരുത് കേട്ടോ. കുറച്ചൊരു ക്രിസ്പിനെസ് ആയിട്ട് വേണം ഉള്ളിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കടിക്കുമ്പോൾ അങ്ങനെ മുട്ട പപ്സ് അങ്ങനെയാണല്ലോ കിട്ടല്ലോ, ഒരുപാട് കുഴഞ്ഞ് പോയിട്ടുണ്ടാവില്ലല്ലോ അതിൻ്റെ ഉള്ളിലത്തെ സവാള. പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിൽ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തോണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല അതിന് പകരമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിൻ്റെ ഇല ഏറ്റവും ലാസ്റ്റ് നമ്മൾ തൂവി കൊടുത്താൽ മതി. നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഒരുപാട് വഴൻ്റൊന്നും പോവരുത്. നമുക്ക് മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ ആ പാടനെ നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പണിയുള്ളൂ ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിടാൻ മറന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് അവർ ഈ സംഭവം തന്നെ ഉണ്ടാക്കി കൊടുക്കാനും പറയും കേട്ടോ. അപ്പോൾ മുട്ട പപ്സിനൊക്കെ ഇപ്പോൾ ഒരുപാട് വിലയല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ കണ്ണിൽ പൊടി ഇടുകയും ചെയ്യുക,
മുട്ട പപ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ പാൻ തന്നെ ഞാൻ നല്ലോണം ഒന്ന് തുടച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്താട്ടോ. എന്നൊരു മീഡിയം ഫ്ലെയിമായി വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ അപ്പം ചുട്ടെടുക്കുക കേട്ടോ. ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ രണ്ട് പുറം മറിച്ചിട്ടിട്ട് വേവിക്കേണ്ട, ഒരു സൈഡ് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ പിന്നെ വെന്ത് വരുമ്പോൾ നമുക്കിതിങ്ങനെ ഇതിൽ നിന്ന് എടുക്കാം, മറിച്ചിട്ട് കൊടുക്കരുത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ കയ്യേറ്റ് തന്നെ വലിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ അയണിൻ്റെ ഇരുമ്പ് ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണ തൂവി കൊടുത്തിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട് ഇതേപോലെ വലിച്ചെടുക്കാൻ. അപ്പോൾ ബിഗിനേഴ്സായ നമ്മളെ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈ കൊണ്ടൊന്നും എടുക്കണ്ട, സ്പാച്ചിലോ ചട്ടകോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുത്താൽ മതി. നമുക്കിത് ആയി എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. ഈ കളർ ഇങ്ങോട്ട് മാറിയിട്ട് നമുക്ക് നല്ല മഞ്ഞ കളറിൽ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കട്ടെ. നമ്മളിതിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കമഴ്ത്തിയാണ് ഈ ദോശ ഇടൽ. പിന്നെ നമ്മൾ പ്ലേറ്റിക്ക് അത് മലർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടി കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. നമ്മളിതിൽ ഒട്ടിക്കാൻ പിന്നെ മൈദമാവോ പശയോ ഒന്നും നമ്മൾ ഉപയോഗിക്കണില്ല. ഇതന്നെ ഇങ്ങനെ മടക്കി വെച്ചാൽ ഒട്ടിക്കോളും. അപ്പോൾ ഇത് ബോക്സ് മാതിരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാനും കഴിയും. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ എല്ലതും ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ 10 എണ്ണത്തേക്കുള്ളത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുമല്ലോ. കോഴിമുട്ടൻ്റെ പകുതിയാണ് ഓരോ ഫില്ലിങ്സിൽ വെച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പുഴുങ്ങണതും മുറിച്ചെടുക്കണതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ പകുതിയാണ് ഞാൻ നമ്മൾ സാധാ മുട്ട പപ്സിൽ വെച്ച് കൊടുക്കണ മാതിരി തന്നെ പകുതിയാണ് വെച്ചെടുത്തിട്ടുള്ളത്. എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാൻ കഴിയും. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മെനക്കേടൊന്നുമില്ല ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ബാക്കി എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് അതേ പാൻ തന്നെയാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് പാന് മാറ്റി കളിച്ചിട്ടൊന്നുമില്ല. ഇത്രയും ഓയിൽ ഞാനിത് ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്തെടുക്കാം. മുക്കി പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. ഒരു ഷാലോ ഫ്രൈ ചെയ്യണ മാതിരിയാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 4 എണ്ണം വീതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒരു ഭാഗം മൊരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഉണ്ടാക്കി പാടന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ കഴിയും കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൂടാറിയതിൻ്റെ ശേഷമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മൈദമാവല്ലേ കുറച്ചൊരു തളർന്ന മാതിരി ഉണ്ടാവും. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കഴിക്കാനും മക്കൾക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും കേട്ടോ. നമ്മളിത് ചൂടോടെ കഴിച്ചാൽ നല്ല ക്രിസ്പി ആയിക്കാനും പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. കുറച്ച് പിന്നെന്താ പറയുക, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് തണുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മാവിൻ്റെ ക്രിസ്പിനെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഫില്ലിങ്സിൽ പിന്നെ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫില്ലിങ്സിൽ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ നല്ലോണം 2 സൈഡും മൊരിപ്പിച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് നേരം വെക്കാനൊന്നും എന്തായാലും കിട്ടില്ല. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മുട്ട പപ്സിൻ്റെ മണം വരും കേട്ടോ. അപ്പോൾ തന്നെ മക്കളൊക്കെ ഓടി വന്നോളൂ, മുട്ട പപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടോ. ഇവിടെ അങ്ങനെ നിന്ന് പെട്ടെന്ന് തന്നെ സംഭവം കാലിയായിട്ടോ. കഴിക്കാനൊന്നും ഒരുപാട് ഇത് നമുക്ക് സോസ് കൂട്ടിയിട്ടോ മയണൈസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ സൈഡ് ഇങ്ങനെ വേവിക്കണം എന്ന് നമുക്ക് ക്രിസ്പി ആക്കണം തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഭാഗം 4 ഭാഗം എന്ന് പറഞ്ഞ മാതിരി മൊരിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് നേരമൊന്നും നമുക്ക് ഇതേമാതിരി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ.
അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നല്ല പുറത്ത് നല്ല ക്രിസ്പിയാണ്, ചൂടോടെയാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കണ്ടില്ലേ, ശരിക്കും നമ്മളെ മുട്ട പപ്സിൻ്റെ അതേപോലെ തന്നെയാണ് ടേസ്റ്റും, അതേ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും കൂടി ഒന്ന് കാണുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ സിമ്പിൾ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് 20K ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മക്കൾ ഇത് പൊരിച്ചെടുക്കണതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇരുന്ന് കഴിക്കണമുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരുപാട് ടൈം വെക്കാനൊന്നുള്ള സബൂറൊന്നും മക്കൾക്ക് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ സംഭവം കാലിയാവട്ടെ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നൂറ തിരൂർ.